ദുബായിൽ എത്ര രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ഉണ്ടെന്ന് അറിയാം. ഹൗ മെനി ബ്രോക്കേഴ്സ് വി ഹാവ്? ഓൾമോസ്റ്റ് 40,000. ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടെ കൂട്ടിയാൽ ഇറ്റ് വിൽ ബി അറൌണ്ട് 70,000-75,000 ആൾക്കാർ നമുക്ക് കോമ്പറ്റീറ്റീവായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നിലവിൽ കറൻ്റ്ലി അതിൽ 20-25% പോയി. ദ ലെഫ്റ്റ്. ഇപ്പോൾ പല കാരണങ്ങൾ പറയും. ചിലപ്പോൾ പേടി കൊണ്ടാണെന്ന് പറയും, ചിലർ നാട്ടിൽ പോകുന്നു, ചിലർ ട്രിപ്പ് പോകുന്നു, ചിലർ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ദേ ലെഫ്റ്റ്. റിമൈനിങ് ഉള്ള 75% ആണ് ഇപ്പം നമ്മൾ. സോ ഈ 75% രണ്ട് റീസൺ കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. വൺ, ദേ ആർ ഹാവിങ് ദ കോൺഫിഡൻസ് ഇൻ ദെം. വൺ, ദേ ഹാവ് ദ കോൺഫിഡൻസ് ഇൻ ദ കൺട്രി. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും, ഇത്രയും ബഹളം ഉണ്ടായിട്ടും ഓപ്പറേഷൻസ് നടന്നോ, കാര്യങ്ങൾ നടന്നോ, വർക്ക് നടന്നോ? അല്ലേ? എല്ലാവരും മോൾസിൽ പോയോ, സിനിമയ്ക്ക് പോയോ? അല്ല, കഴിഞ്ഞ ദിവസം കൂടെ ഇവൻ സിനിമയ്ക്ക് പോയപ്പോൾ ഒരു സിഗ്നൽ അടിച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ വേറൊരു സിറ്റുവേഷനിൽ വേറെ നാട്ടിലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇറങ്ങി ഓടിയെന്നെ അല്ലേ? വി ആർ കോൺഫിഡൻറ്റ് ദാറ്റ് നത്തിങ് വിൽ ഹാപ്പൻ. ഒരു സിനിമാ തിയേറ്ററിൽ ഇരുന്നിട്ട് സിഗ്നൽ അടിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ബാക്കി സിനിമയും കൂടെ കാണാൻ നമുക്കൊരു മനസ്സ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ കോൺഫിഡൻസ് ദിസ് കൺട്രി ഈസ് ആക്ച്വലി ഗിവിങ് us. ദീസ് പീപ്പിൾ വർ ഹാവിങ് സം ക്ലയൻറ്റ്സ്. അവരെന്താ മനസ്സിലാക്കിയത്? ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആദ്യം സ്കൂട്ടാവുന്നത് എൻ്റെ ഏജൻറ്റാണ് അല്ലേ? ദീസ് ക്ലയൻറ്റ്സ് വർ ആക്ച്വലി എക്സ്പെക്ടിങ് ഹാൻഡ് ഓവേഴ്സ് ഉണ്ടാവും. സോ അറ്റ് ദാറ്റ് ടൈം ദിസ് ഏജൻറ്റ്സ് ലെഫ്റ്റ്. ഓക്കെ, സോ അപ്പോൾ കസ്റ്റമർക്ക് എന്ത് ലോയൽറ്റിയാണ് ആ ഒരു പെർട്ടിക്കുലർ 25%-നോട് ഉണ്ടാവുക? റാദർ ദേ വിൽ ബി സെർച്ചിങ് ഫോർ ദ പേഴ്സൺ ഹു ആക്ച്വലി സ്റ്റുഡ് വിത്ത് ദ കൺട്രി ഇൻ ദിസ് സിറ്റുവേഷൻ ആൻഡ് ദേ വിൽ ബി ചെക്കിങ് ഫോർ സച്ച് ലൈക്ക് ഇനി അങ്ങോട്ട് എന്തെങ്കിലും മേടിക്കുമ്പോൾ നിങ്ങൾ ആക്റ്റീവ് ആയിരുന്നോ ഈ ഒരു സിറ്റുവേഷനിൽ എന്നാണ് ആ പർട്ടിക്കുലർ കസ്റ്റമർ ഇനി നോക്കുക. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് നമുക്കുണ്ടായിരുന്ന കോമ്പറ്റീഷൻ കുറഞ്ഞു.